സാധാരണക്കാർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ അത് നടത്തിത്തരുന്ന നായകൻ, അങ്ങനത്തെ നായകൻ അല്ല. സാധാരണക്കാരാഗ്രഹിച്ചത് നടത്തിക്കൊടുത്ത നായകൻ, അത്രയേ ഉള്ളൂ. പറ്റാത്തത് എന്നല്ല. പറ്റാത്തത് ഇപ്പോഴും പറ്റുമോ അവർക്ക്? സാധാരണക്കാരൻ അങ്ങനെ ഒരു നിലയിലെത്തുമ്പോഴല്ലേ സാധ്യമാവുന്നത്. അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം എനിക്ക് എല്ലാ പാർട്ടികളിലും നല്ല വ്യക്തികളുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അത് ലീഡർ ശ്രീ കരുണാകരനായാലും സഖാവ് E.K. നായനാരായാലും സഖാവ് അച്യുതാനന്ദൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 30 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു അച്യുതമേനോൻ സഖാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും എനിക്ക് അടുപ്പം ഉണ്ടായെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ അവരെ കൊണ്ട് എന്താണോ ജനങ്ങൾക്ക് സാധ്യമാകേണ്ടത് അത് സാധിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനും ആരെയും ഇന്ന് വരെ അപ്രോച്ച് ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ മൈ പ്രൈം മിനിസ്റ്റർ. നോട്ട് അട്രാക്റ്റഡ്. സി, ഞാനിതിപ്പോൾ പറയുമ്പോഴത്തേക്ക് ഉടനെ അതൊരു വിമർശനം പോലെയാണ്. അല്ല, സി, 47 സ്റ്റുഡൻസാണ് ഞങ്ങൾ അതിലുണ്ടായിരുന്നത്, ഡിഗ്രിയിലുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയിൽ ഏതാണ്ട് 120 പേരോ 127 പേരോ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ ഈ ഒരു അഫിനിറ്റി ഉണ്ട്. കാരണം മുഴുവൻ സ്കൂളുകളിൽ നിന്ന് വന്ന്, സാധാരണ സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്ന് വന്ന് അവരാണ് കൂടുതൽ. ഞങ്ങളാകെ 12 പേരാണ് ICSE സ്കൂളിൽ നിന്ന്, ഇൻഫൻറ്റ് ജീസസിൽ നിന്ന് വന്ന്. ട്രിനിറ്റി ലൈസിയത്തിൽ നിന്ന് 3-4 പേര്. അതുപോലെ ബാംഗ്ലൂരിലും മറ്റുമൊക്കെ പഠിച്ച ഇതുപോലെ ISCക്കാർ വന്നത് ഡിഗ്രിക്കാണ്. പ്രീ ഡിഗ്രിക്ക് വന്നത് ഒരു 3-4 പേര്. അങ്ങനെ എല്ലാം കൂടെ ഒരു 16-17 പേരിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ബാക്കി 110 പേരല്ലെങ്കിൽ 100 പേര് നിൽക്കുന്നത്. അവർക്കെല്ലാം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു ടിൻറ്റ് എന്ന് പറയുന്നത് ഇസ് വാട്ട് ദേ അക്വയർഡ് ത്രൂ ദെയർ ഫൈനൽ ഇയേഴ്സ് ഇൻ സ്കൂൾ, വിച്ച് വാസ് for very obvious reasons it was the left parties who had an upper hand. ആ കാലവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവർ വന്ന് അവരങ്ങോട്ട് എന്തെങ്കിലും ഒരു സമരം വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നു. അപ്പോൾ ഫാസിനേഷനാണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആ പ്രായത്തിലൊക്കെ പ്രേമം എന്ന് പറയുന്നത് യു വിൽ നോട്ട് കോൾ ഇറ്റ് റൊമാൻസ് ഓർ പ്രേമം, ഇറ്റ് ഈസ് ഇൻഫാച്യുവേഷൻ അല്ലേ, ഓഫ് ദി ഇമ്മച്വർ മൈൻഡ്സ്, അല്ലെങ്കിൽ നോട്ട് സോ മെച്വർ ഇനഫ് മൈൻഡ്സ്. അത്രയേ ഉള്ളൂ. പൊളിറ്റിക്സും അത്രയേ ഉള്ളൂ. സംഘം ചേരലാണ്. എൻ്റെ സുഹൃത്ത് SFI ആണ്, ഞാനും SFI ആണ്. ഇത് ഐഡിയോളജിയോടുകൂടി എനിക്ക് സോഷ്യലിസം മാത്രമാണ് തോന്നിയിട്ടുള്ളത്. ഒരു പൊളിറ്റിക്കൽ ഡെലിവറർ ഷുഡ് ബി എ സോഷ്യലിസ്റ്റ്. അയാൾ ഏത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായാലും he has to understand the soil and the every object or properties that the soil will present, be it maram, manushan, mrugam or anything. എല്ലാം മായാണ്. മണ്ണ്, മരം, മനുഷ്യൻ, മൃഗം അല്ലേ? അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസിന് നമുക്കെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഡെലിവറർ ആവാൻ പറ്റൂ. ഇഫ് യു കോൾ ദാറ്റ് ഡെലിവറർ എ പൊളിറ്റീഷ്യൻ or a politician chosen to join the governance or the steering group, then he has to be a socialist. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ആസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ആസ് എൻ ആക്ടർ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്ന ഒരാളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എൻ്റെ നേച്ചർ അത് തന്നെയാണ്. അതിന് തമിഴിലൊരു വാക്ക് MGR പറയും, അത് രജനീകാന്തും പറയും. രണ്ടുപേരും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്സ് ആണ്. ഫോർ ബീയിങ് ഹ്യൂമൻസ്. ഈവൻ ജയലളിത, ഇത്രയും പേരേ ഉള്ളൂ. പിന്നെ കാമറാജ് ഇസ് കോൺഗ്രസ്. അണ്ണാദുരൈ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. ആരാധന തന്നെയാണ്. അതങ്ങനെ, അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. ഇൻഡിവിജ്വൽസ് കൗണ്ട്. ആൻഡ് ഓൾ ദറ്റ്
forms as glitter to any party is the glitter transferred from such individuals. അങ്ങനെ വരുന്നതാണ് ആ പാർട്ടിയുടെ ബലം. അപ്പം കാമരാജൻ്റെ കോൺഗ്രസ് എന്നാണ് എനിക്ക് സ്നേഹം വരുന്നത് കോൺഗ്രസിനോട്. ലീഡറുടെ കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസിനോടായിരുന്നു എനിക്കിഷ്ടം. ഇഷ്ടമേ ഉള്ളൂ. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ഐ വാസ് നോട്ട് കോൺഗ്രസ്. SFI ഞാൻ എന്താ ആദ്യം പറഞ്ഞ? ഐ വാസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. മെമ്പർഷിപ്പ് ഇല്ല. ലെറ്റ് ദം പ്രൂവ്. കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കട്ടെ, താങ്കൾ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണോ പൊളിറ്റിക്സിൽ? ഒരിക്കലും അല്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോഴും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വരുന്ന റിക്വസ്റ്റ് ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. സോറി, ദാറ്റ് ഈസ് നോട്ട് യുവർ ഹേവൻ. ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് വിങ്. അതിനൊരു ട്രസ്റ്റ് ഉണ്ട്. അവർ തീരുമാനിച്ചോളും. എനിക്ക് ചിലത് കാണുന്നതും കേൾക്കുന്നതും എനിക്ക് തോന്നും ഇത് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഞാൻ അവരെ അറിയിക്കും, അവരത് ചെയ്യും. അല്ലാതെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ വെച്ച് ഞാനിവിടെ മരം വെച്ചൊന്നും പിടിപ്പിക്കുന്നില്ല. നിങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ എൻ്റെ കാലഘട്ടത്തിന് മുമ്പേ വന്ന ആൾക്കാരാണ്. അവരുടെ ഒരു അമാസ്ഡ് വെൽത്തും എൻ്റെതും നിങ്ങൾ വേണമെങ്കിൽ ഒരു റിയാലിറ്റി ചെക്കിനിട്. ഐ എം നോവേ നിയർ ദം. നോവേ. അല്ല അതാ പറഞ്ഞ്. അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞൊരു കണക്റ്റ് അങ്ങ് എടുത്തു. അതുകൊണ്ട് എനിക്ക് ആ മറുപടി പറഞ്ഞേ പറ്റൂ. ചാരിറ്റിയുടെ കണ്ടിന്യൂവേഷൻ ആണോ ഈ പൊളിറ്റിക്സ് എന്ന് ചോദിച്ചത് വാസ് എ വിഷ്യസ് ക്വസ്റ്റ്യൻ.